ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ MI11 ലൈറ്റിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന വേരിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6GB 128GB ജാസ് ബ്ലൂ കളറുള്ള വേരിയൻ്റാണ് എൻ്റെ ഇരിക്കുന്നത്. സോ നമ്മുടെ ഈ MI11 ലൈറ്റിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസൈൻ ആൻഡ് ബിൽഡ് തന്നെയാണ്. സോ ഒരു 40K അറൗണ്ടുള്ള ഒരു സെറ്റ്സിൻ്റെ ഒരു പ്രീമിയം ബിൽഡ് ക്വാളിറ്റിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. മീൻസ് നമുക്കൊരു അത്യാവശ്യം ഈ സെഗ്മെൻറ്റിൽ ആർക്കും ഇല്ലാത്തൊരു ഗ്ലാസ് ബാക്ക് നൽകുന്നുണ്ട്. പിന്നെ അത്രയ്ക്ക് സ്ലിം ആയിട്ടൊരു സെറ്റ്, മീൻസ് ജസ്റ്റ് 6.81 ആണ് ഇതിൻ്റെ തിക്നെസ് വന്നത്. അതിൽ തന്നെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ഡിവൈസാണ്. മീൻസ് ജസ്റ്റ് 157 grams ആണ്. നമുക്കിപ്പോൾ നോട്ട്സിനേക്കാളും IQ സെറ്റിനേക്കാളും ഒക്കെ തിക്നെസ്സും കുറവാണ്, വെയ്റ്റും കുറവായിട്ട് ഭയങ്കര ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഫെദർ ടച്ച്. ദാറ്റ് മീൻസ് ഒരു ഫെദർ പോലെ ഫീൽ. ദാറ്റ് മീൻസ് നമ്മൾ ഇപ്പോഴത്തെ ഫാൻ സെറ്റ് പിടിക്കുമ്പോൾ നല്ല വെയിറ്റ് ഫീൽ, ബട്ട് ഇതിന് പിടിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് അത്രയ്ക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സെറ്റാണ്. ദാറ്റ് മീൻസ് ഭയങ്കര ലേഡീസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെറ്റാണ്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ മെയിൻ കാര്യങ്ങൾ വരാം. സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ നോട്ട് C5G അല്ലെങ്കിൽ IQ സെറ്റ് ഒരു പ്രോപ്പർ കോണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ നൽകിയിട്ടില്ല. ബട്ട് ഇതിന് കൊടുത്തിരിക്കുന്നത് കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനാണ് നമുക്ക് ഫ്രണ്ടിൽ നൽകിയിരിക്കുന്നത്. പിന്നെ ഒരു IP53 റേറ്റിംഗ് ഉണ്ട്, ഒരു സ്പ്ലാഷ് പ്രൂഫ് റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6.55 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേയുടെ മെയിൻ ഹൈലൈറ്റിൽ ഒന്ന് വെച്ചാൽ 10-bit ഡിസ്പ്ലേ ആണ്. നോർമൽ നമ്മൾ കാണുന്നത് കഴിഞ്ഞാൽ 8-bit ഡിസ്പ്ലേ ആണ്, ബട്ട് ഇതെന്ന് വെച്ചാൽ 10-bit ഡിസ്പ്ലേ. സോ 8-bit ഡിസ്പ്ലേ ഫസ്റ്റ് ഐ തിങ്ക് ഒരു ഗ്ലോബൽ അഡ്വേഷൻ പേരിട്ടത് 8 Proയ്ക്ക് ഉണ്ടായിരുന്നു 10-bit ഡിസ്പ്ലേ. പിന്നെ 9 Proയ്ക്കൊക്കെ 10-bit ആണ് ഡിസ്പ്ലേ. സോ 10-bit വേഴ്സസ് 8-bitനെ കുറിച്ച് ആദ്യം ഞാൻ പറയാം. സോ ഞാൻ ജസ്റ്റ് വീഡിയോ പ്ലേ ചെയ്യാം. സോ നമുക്കറിയാവുന്ന പോലെ തന്നെ RGB റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നുള്ള 3 കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ എല്ലാ കളേഴ്സും ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നോർമൽ ഒരു 8-bit ഡിസ്പ്ലേ വരുമ്പോഴത്തേക്കും അതിനകത്ത് 256 ഷെയ്ഡ്സ് ആണ് റെഡിനും ഗ്രീനിനും ബ്ലൂവിനും ഉള്ളത്. ബട്ട് ഈ 10-bit ഡിസ്പ്ലേസ് വരുമ്പോൾ ഈ 256 1024 ഷെയ്ഡ്സ് വരും, ഈ ഈച്ച് റെഡ്, ഗ്രീൻ, ബ്ലൂ. സോ നമ്മുടെ 8-bit ഡിസ്പ്ലേയിൽ അപ്രോക്സിമേറ്റ്ലി 16 മില്യൺ കളേഴ്സാണ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു 10-bit ഡിസ്പ്ലേ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് 1 ബില്യൺ. അപ്പോൾ ഇതിനകത്ത് 1.07 ബില്യൺ കളർ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ആക്ച്വലി അതൊരു പക്കായിട്ട് എക്സ്പീരിയൻസ് ഒരു 10-bit കണ്ടൻറ്റ്, ദാറ്റ് മീൻസ് ഒരു 10-bit കണ്ടൻറ്റ് തന്നെ വേണം. അപ്പോൾ നോർമലി സിനാരിയോയിൽ ഓക്കെ ഫീച്ചറാണ്, ബട്ട് ആക്ച്വലി ആ ഹൈപ്പ് കൊടുക്കാവുന്നൊരു ഫീച്ചറില്ല. പിന്നെ നമുക്ക് വരുന്നതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് 1080x2400 ആണ്. പിന്നെ ഒരു 90 Hz ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല ഇതിനൊരു HDR10 സപ്പോർട്ടുണ്ട്. പിന്നെ ഒരു അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് റേറ്റ്, 240 Hz ടച്ച് റെസ്പോൺസ് റേറ്റും കൂടെ ഉള്ളൊരു ഫോണാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിലെ വ്യൂയിങ് ആംഗിൾസ് നല്ല അത്യാവശ്യം നല്ല പഞ്ചി കളേഴ്സൊക്കെയാണ് നമ്മൾ ഡിസ്പ്ലേ വരുന്നത് കണ്ടെത്താൻ. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഓൾറെഡി ഡിസ്പ്ലേ കഴിഞ്ഞു. ദാറ്റ് മീൻസ് ഡിസ്പ്ലേ കഴിഞ്ഞതിൻ്റെ സ്പീക്കേഴ്സ് നല്ല സ്റ്റീരിയോ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഞാൻ നോഡ് സി ഉപയോഗിച്ചു, IQ സെറ്റ് ഉപയോഗിച്ചു, മോണോ സ്പീക്കർ ആകാതെ എനിക്കൊരു ഡിസ്അഡ്വാൻറ്റേജ്. നമ്മളിപ്പോൾ ഗെയിംസ് കളിക്കുമ്പോൾ ഈ കംപ്ലീറ്റ് നമ്മൾ ബ്ലോക്ക് ചെയ്ത് പോകും ചിലപ്പോൾ നമ്മൾ ഗെയിം കളിക്കുന്നത്, മീൻസ് നമ്മുടെ കൈവിടെ വന്നിട്ട്. ബട്ട് ഇത് നല്ല സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയിരുന്നു. നമ്മൾ ഒരു 8 ഇടുമ്പോൾ തന്നെ നല്ല വോയിസ് ഉണ്ട് കേസ്. നമ്മൾ 10 വരെ ബാർ പോലും ഹൈ ആക്കണ്ട, 8 ആണ് നല്ലൊരു സ്റ്റീരിയോ എഫക്റ്റ്. മീൻസ് ഇപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ പേഴ്സണൽ ഡിവൈസ് ഗാലക്സി നോട്ട് 10+ ആണ്. അപ്പോൾ ഈവൺ അതിനൊരു ഡോൾബി അറ്റ്മോസ് സ്റ്റീരിയോ സ്പീക്കർ, അതിൻ്റെ ഒരു അത്യാവശ്യം അടുത്ത് വരുന്ന ഒരു നല്ലൊരു സ്പീക്കർ ക്വാളിറ്റി ആയിരുന്നു. പിന്നെ എടുത്തു കൊണ്ടൊരു കാര്യം ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നല്ലൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് തന്നെയാണ്. ദാറ്റ് മീൻസ് ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഹാപ്റ്റിക് നമുക്കൊരു സെറ്റിങ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ സൗണ്ട് ആൻഡ് വൈബ്രേഷനകത്ത്. ഓക്കെ, ഇതിന് ഏറ്റവും താഴെ നമുക്ക് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ലെവൽ ഒരു അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്കിൻ്റെ കിട്ടുന്ന ഒരു ഡിവൈസ് തന്നെയാണ്. പിന്നെ എൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയലർ തന്നെയാണ്. സോ ഗൂഗിൾ ഡയലർ ആയാലും നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ ദിസ് കോൾ ഈസ് ബീങ് റെക്കോർഡ് എന്നൊരു അനൗൺസ്മെൻറ്റ് ബോത്ത് പാർട്ടീസിന് പോകും. സോ അതൊരിക്കലും ഡിസഡ്വാൻറ്റേജ് തോന്നി, ചിലർക്ക് അത് അഡ്വാൻറ്റേജ് ആയിരിക്കും. സോ അത് നിങ്ങൾ കീപ്പ് ഇൻ മൈൻഡ് ചെയ്യുക. നമ്മളിപ്പോൾ വേറെ തേർഡ് പാർട്ടി ആപ്സ് ദാറ്റ് മീൻസ് ഡയലേഴ്സ് യൂസ് അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ബട്ട് അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് നമ്മുടെ ഇതിൻ്റെ ഒരു കാര്യത്തിൽ ചിലർക്ക്. ഓക്കെ, സോ നെക്സ്റ്റിൻ്റെ പെർഫോമൻസ് സൈഡ് അവിടെ ഒന്ന് ഹൈപ്പ് കൊടുക്കാവുന്ന ഫീച്ചേഴ്സ് ഇല്ല, ജസ്റ്റ് ഓക്കെ സ്പെക്സ് ആണ് ഇനി വന്നിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 730, അതായത് നമ്മുടെ നോട്ട് 10 Pro മാക്സിലൊക്കെ കണ്ടിരുന്ന സെയിം ചിപ്പ് 8 nm, മാക്സിമം ക്ലോക്ക് സ്പീഡ് 2.3 GHz മാക്സിമം ക്ലോക്ക് സ്പീഡ് വരുന്നത്. പിന്നെ Adreno 618 ആണ് ഇതിൻ്റെ GPU വരുന്നത്. സോ ഓക്കെ സ്പെക്സ് ആണ്. ഇപ്പോൾ നമ്മുടെ നോട്ട് സി നോക്കുകയാണെങ്കിൽ 750 വരുന്നുണ്ട്. ഇനി IQ സെറ്റ് ഏറ്റവും ഈ ഏരിയസിൽ പെർഫോമൻസ് ബിസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും IQ സെറ്റ് 3 അല്ലെങ്കിൽ പോക്കോ X3. ഇപ്പോൾ പോക്കോ X3 ഇപ്പോൾ ഒബ്വിയസ്ലി ടോപ്പ് ഓഫ് ദ ലൈനാണ്. അതിന് സ്നാപ്ഡ്രാഗൺ 860. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആ സെഗ്മെൻറ്റ് ബെസ്റ്റ് എന്ന് വെച്ചാൽ IQ സെറ്റ് 3 ആണ്. ഓൾറൗണ്ടർ വരുന്നുണ്ട് IQ സെറ്റ് നോക്കുമ്പോഴത്തേക്കും. ദാറ്റ് മീൻസ് ക്യാമറ നല്ലതാണ്, എല്ലാം കൊണ്ട് ഒരു ഓൾറൗണ്ടർ സെറ്റാണ് നമ്മൾ IQ സെറ്റ് 3. ബട്ട് ഇതിന് സ്നാപ്ഡ്രാഗൺ 732 ആണ് വരുന്നത്. അത്യാവശ്യം നീറ്റ് ആണ്. നമുക്ക് അതിൻ്റെ ഒരു പബ്ജിയും കോൾ ഓഫ് ഡ്യൂട്ടിയും ഗെയിമിംഗ് റിവ്യൂ ചെയ്യും. പിന്നെ അതിന് മാത്രമല്ല UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. LPDDR4X ആണ് നമുക്ക് റാം വരുന്നത്. സോ ഇതിൻ്റെ വേരിയൻസ് എന്ന് വെച്ചാൽ 6 128, 8 128 ആണ് നമുക്ക് ബേസ് ആയിട്ട് വരുന്ന വേരിയൻസ്. പിന്നെ 8256 ചിലയിടത്ത് അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. 6 128, 8 128 ആണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ എൻ്റെ ക്യാമറ സെറ്റ് നമുക്ക് പോകണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഗെയിമിംഗ് റിവ്യൂ നോക്കാം.
സോ ഗെയിമിംഗ് റിവ്യൂ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഡെവലപ്പർ ഓപ്ഷൻസ് എടുക്കാം. ദാറ്റ് മീൻസ് നമ്മൾ നോർമലായിട്ട് ബിൽഡ് നമ്പർ 3 ഇഷ്ടമായി നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻസ് എനേബിൾ ആയിരിക്കും. സോ ഡെവലപ്പർ ഓപ്ഷൻസിനകത്ത് നമുക്കൊരു ഓപ്ഷൻ കിട്ടും, പവർ മോണിറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് പവർ മോണിറ്റർ എന്ന ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് FPS കാണാൻ പറ്റും. മീൻസ് ഇപ്പോൾ ഗെയിം പ്ലേ ചെയ്യുന്ന FPS എത്രയാണോ കാണാൻ പറ്റും. സോ ഏറ്റവും താഴെയായിട്ട് കിടക്കേണ്ട പവർ മോണിറ്റർ. ഓക്കെ, ഇത് കണ്ടോ പവർ മോണിറ്റർ എന്ന ഫീച്ചർ, അത് ജസ്റ്റ് ടാപ്പ് ഓൺ ചെയ്യുക. ഫസ്റ്റത്തെയാണ് ഫ്രെയിം റേറ്റ് മോണിറ്റർ 2. സോ ഗൈസ് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് നോക്കാം. സോ കോൾ ഓഫ് ഡ്യൂട്ടി. ഓക്കെ, സോ ഗൈസ് ഞാനിവിടെ FPS മീറ്റർ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുന്നത് ഇപ്പോൾ 30 FPS തന്നെ ഉണ്ട് കേട്ടോ. FPS മീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇപ്പോൾ 28 FPS 29 30 FPS തന്നെയാണ് നടക്കണേ. സോ നമുക്കിത് മാറ്റി ഒരു സൈഡിടാം. ഓക്കെ, 27 FPS 11 FPS 8 FPS 29 30. ഓക്കെ, 39 FPS 44 ആയി 58 ആയി 55 കാണിക്കുന്നുണ്ട്. 60 59 60 FPS ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏറ്റവും ടോപ്പിൽ 60 FPS നടക്കണേ. 50 കുഴപ്പമില്ല കേട്ടോ. 59 60 തന്നെ കണ്ട് 57. ഓക്കെ, 60 FPS 59 തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ട്. സോ ഗൈസ് നമ്മൾ കോൾ ഓഫ് ഡ്യൂട്ടി കുറച്ച് കളിച്ചിട്ട് അങ്ങനെ ഹീറ്റിംഗ് ഒന്നും വലിയതായിട്ട് ഉണ്ടായിട്ടില്ല. ചെറിയൊരു വാമ ഒരു സൈഡിൽ ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് ഹീറ്റിംഗ് ഒന്നുമില്ല. പിന്നെ ഞാൻ ജസ്റ്റ് PUBG നോക്കിയപ്പോഴും PUBGക്ക് നമുക്ക് മാക്സിമം സെറ്റിംഗ്സ് അവൈലബിൾ അല്ല. PUBG ഞാൻ ഗെയിം പ്ലേ കളിക്കുന്നില്ല, ജസ്റ്റ് സെറ്റിംഗ്സ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വലിയ ഗെയിമിങ്ങിനകത്ത് നോർമൽ പെർഫോമൻസ് നമുക്ക് എടുത്തു പറയേണ്ട പെർഫോമൻസ് ഒന്നും ഇല്ല. നമ്മൾ PUBGക്കകത്ത് മാക്സിമം സെറ്റിംഗ്സ് അവൈലബിൾ അല്ല. സോ എടുത്തു പറയേണ്ട പെർഫോമൻസ് ഇല്ല. ഓക്കെ പെർഫോമൻസ് നമ്മുടെ നോട്ട് ആൻഡ് പ്രോയിലൊക്കെ വരുന്ന സെയിം ചിപ്പ് തന്നെയാണ്. അത്യാവശ്യം ഹൈപ്പ് കൊടുക്കാൻ പെർഫോമൻസ് ഇല്ല. ഓക്കെ പെർഫോമൻസ് രീതിയിലാണ് നമ്മുടെ മൈൽ ഓൺലൈൻ്റെ പെർഫോമൻസ് ഏരിയ വരുന്നത്. ജസ്റ്റ് ഗ്രാഫിക്സ് സ്മൂത്തും അൾട്രയാണ് നടക്കുന്നത്. ഗ്രാഫിക്സ് സ്മൂത്തും ഫ്രെയിം റേറ്റ് അൾട്രയാണ് നടക്കണേ. ഓക്കെ, പിന്നെ ഗൈസ് ഇതിനകത്ത് HDR അവൈലബിളേ അല്ല കേട്ടോ. ഉണ്ടോ, HDR അവൈലബിളേ അല്ല. ഓക്കെ, നമുക്ക് HD ആണ് മാക്സിമം പിന്നെ കിട്ടുന്ന ഓപ്ഷൻ. സോ ഗൈസ് ഇനി നമുക്ക് MI ഓൺലൈനിന് ക്യാമറാസ് ഇട്ട് പോകും. സോ ഇതിന് മെയിൻ ക്യാമറ വരുന്നത് 64 MB ഒരു മെയിൻ ക്യാമറയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഒരു 8 MB അൾട്രാ വൈഡ് കിട്ടുന്നുണ്ട്. ഇതാണ് നമുക്ക് 8 MB അൾട്രാ വൈഡ്. പിന്നെ ഒരു 5 MB ടെലി മാക്രോ ആണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ UI അത്യാവശ്യം കൊള്ളാം. മീൻസ് നമുക്ക് പ്രോ മോഡ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാനുവലായിട്ട് അപ്പേർച്ചർ ISO വൈറ്റ് ബാലൻസ് എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വീഡിയോയ്ക്കകത്ത് എക്സ്ട്രാ കിട്ടുന്ന മോഡ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെയാണ് നമുക്ക് മൂവിങ് ഒബ്ജക്റ്റിന് ഷോട്ട് ചെയ്യാനുള്ള മോഡ്. പിന്നെ മൂവി ഫ്രെയിം പോലെ രണ്ട് സൈഡിലും ഇങ്ങനെ ഫ്രെയിം പോലെ വരുന്ന ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മാക്രോ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റും ഇവിടെ. ഓക്കെ, ഇതേ. പിന്നെ അതുപോലെ തന്നെ ഈ ഫോട്ടോയുടെ കാര്യം പോകുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോയിൽ ഇതേപോലെ തന്നെ നമുക്ക് മാക്രോ ഷോട്ട്സ് എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ടിൽറ്റ് ഷിഫ്റ്റ് പ്രോ കളർ എന്ന് കുറച്ചും കൂടെ അഡ്വാൻസ്മെൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതിനകത്ത് മൂവി ഫ്രെയിം വരുന്നുണ്ട്. പിന്നെ നമുക്ക് പോർട്രേറ്റ് മോഡ്, അതിനകത്ത് കുറച്ച് സ്റ്റൈൽസ് എഫക്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും, ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ. പിന്നെ അത് കൂടാണ്ട് തന്നെ നമുക്ക് കിട്ടുന്നൊരു മോറിനകത്ത് നമുക്ക് ഡെഡിക്കേറ്റഡ് നൈറ്റ് മോഡ് വരുന്നുണ്ട്. പിന്നെ 64 MB ക്യാമറയാണ്, 64 MB ഹൈ റെസൊല്യൂഷൻ മോഡ് കിട്ടുന്നുണ്ട്. പിന്നെ ഷോർട്ട് വീഡിയോ, പിന്നെ വ്ലോഗ്, പിന്നെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് നോർമൽ ഫീച്ചേഴ്സ് തന്നെയാണ്. പിന്നെ ഡുവൽ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്കും സൈമിൻ്റെ ഒരേ സമയത്ത് തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ മൂവി എഫക്ട്സ് നമുക്ക് ബൈ ഡീഫോൾട്ടായിട്ട് കുറച്ച് മോഡ്സ് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ വീഡിയോ എടുക്കാനുള്ള കുറച്ച് മോഡ്സ് കിട്ടുന്നുണ്ട്. പിന്നെ യെസ്,
അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ക്യാമറ സൈഡ് വരുന്നത്. ഇതിൻ്റെ ക്യാമറ അത്യാവശ്യം നീറ്റ് ക്യാമറയാണ്. അതിൻ്റെ റിയർ ക്യാമറയുടെ കുറച്ച് സാമ്പിൾസ് ഷെയർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ അത്യാവശ്യം ഓക്കെ ഉള്ള രീതി ക്യാമറയാണ്. 16 MB ഒരു ക്യാമറയാണ് വരുന്നത്. അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഉള്ള ഒരു ക്യാമറ തന്നെയാണ്. ക്യാമറാസിൽ വലിയ ഹൈപ്പ് കൊടുക്കാനുള്ള കാര്യമെങ്കിൽ ഓക്കെ ക്യാമറാസാണ്. സോ ഗൈസ് നമുക്ക് MI11 ലൈറ്റിൻ്റെ റിയർ ക്യാമറ വീഡിയോ സ്റ്റെബിലൈസേഷൻ ചെക്ക് ചെയ്യാം. സോ ഈ സെയിം സമയത്ത് നിങ്ങൾക്ക് ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന 4K 30 FPS റെക്കോർഡ് ചെയ്യുന്നത്. സോ ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിൽ ഓടാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി അത്രയും സ്പീഡിൽ ഓടി വ്ളോഗ് ചെയ്ത് കാണിക്കണേ. അപ്പോൾ ഏകദേശം ഒരു അത്രയും സ്പീഡിൽ ഓടിക്കുമ്പോൾ ഒരു ചെറിയ ഷെയ്ക്കുണ്ടെങ്കിലും സീനില്ല, കാരണം ഞാൻ അത്ര സ്പീഡിൽ ഓടാൻ പോകുന്നു. ഇപ്പോൾ നോർമൽ സീനായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഗസ് ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം നല്ല സ്പീഡിൽ ഓടാൻ പോവാണ്. അത്യാവശ്യം കുഴപ്പമില്ല, ഓക്കെ സ്റ്റെബിലൈസേഷൻ ആയിരുന്നു. ഓക്കെ, അല്ലാണ്ട് നല്ല ഹൈപ്പ് പറഞ്ഞ സ്റ്റെബിലൈസേഷൻ ഒന്നുമില്ല, എന്നാലും ഓക്കെ കുഴപ്പമില്ലാത്ത സ്റ്റെബിലൈസേഷൻ ഉണ്ടായിരുന്നു. ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെയും ഇതിൻ്റെ ഫേസ് റെക്കഗ്നിഷൻ നമുക്ക് സ്പീഡ് നോക്കാം. സോ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേസ് റെക്കഗ്നിഷൻ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. സോ അൺലോക്കിംഗ് ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഉണ്ടോ ഗൈസ്? അത്യാവശ്യം ഫാസ്റ്റ് തന്നെയാണ്. ഒന്നുകൂടെ ചെയ്യാം. 3, 2, 1 ഗോ. അത്യാവശ്യം ഫാസ്റ്റ് തന്നെ. എൻ്റെ ഫേസ് റെക്കഗ്നിഷൻ ഒന്ന് നോക്കാം. ഓക്കെ, ഡബിൾ ടാപ്പ് ടു വെയ്ക്കാട്ട് ഇട്ടേക്കണം. അപ്പോൾ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യുന്ന അപ്പോൾ തന്നെ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങും. 3, 2, 1 ഗോ. അത്ര ഫിംഗർ പ്രിൻറ്റ് സ്കാനർ അത്ര ഫാസ്റ്റിൽ ആയിരുന്നാലും ഫാസ്റ്റാണ്, നോക്കിയോളൂ. ഓക്കെ, കൊള്ളാം കേട്ടോ. രണ്ട് ഫേസ് റെക്കഗ്നിഷൻ കൊള്ളാം, ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൊള്ളാം. പിന്നെ ഇതിൻ്റെ ബാറ്ററി വരുവാണെങ്കിൽ നമുക്ക് 4250 mAh ബാറ്ററി. അത്യാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് വലിയ സീനൊന്നുമില്ല. മിനിമം ഓൾഡ് ബാറ്ററി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല 33 വാട്ട് ചാർജും കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മുടെ മെയിൻ വെർഡിക്റ്റ് 2, അതായത് നമുക്ക് ഈ 21,999 ആണ് നമുക്ക് ഇതിൻ്റെ 6GB 128GB വരുന്നത്. ഇത് വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചാൽ പ്യുവർലി അല്ല, വാല്യൂ ഫോർ മണി അല്ല. കാരണം ഇതിനേക്കാളും നല്ല സ്പെക്കൊക്കെയാണ് നമുക്ക് Iqoo Z3 വരുന്നത്. നോട്ട് സി വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു സെഗ്മെൻറ്റിൽ നിൽക്കും. ബട്ട് പ്യുവർലി ഇതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് വെച്ചാൽ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അല്ലാണ്ട് ബാക്കി കാര്യങ്ങൾക്ക് വലിയ ഫോക്കസ് കൊടുത്തിട്ടില്ല. ബട്ട് സ്റ്റിൽ എല്ലാം ഓക്കെ ആയിട്ടുള്ള സ്പെക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ് ഇത് 5G അല്ല, 4G ആണ്. ദാറ്റ് മീൻസ് ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ Iqoo Z3 നോക്കുക, നോട്ട് സി 5G ആണ്. എല്ലാവരും 5G ചിപ്സെറ്റ് തന്നെയാണ്. പക്ഷേ ഇതൊരു 4G ആണ്. നമുക്ക് നോട്ട് 10 പ്രോയിൽ പ്രോ മാക്സ് കണ്ടിരുന്നത് സെയിം തന്നെയാണ്. സോ വാല്യൂ ഫോർ മണി ഡിവൈസ് അല്ല എന്ന് ഞാൻ പറയും. ബട്ട് ഇവർ 2000 രൂപ അല്ലെങ്കിൽ 2500 രൂപ അങ്ങനെ തരുന്നത്. മീൻസ് സപ്പോസ് ഒരു 19K കിട്ടുവാണെങ്കിൽ അത്യാവശ്യം വാല്യൂ ഫോർ മണിയാണ്. 6128 90K കുഴപ്പമില്ല, കാരണം നമുക്ക് ആ നോട്ട് 10 പ്രോയുടെ ആ ഒരു സെഗ്മെൻറ്റ് കിട്ടും. പക്ഷേ അതിന് ബിൽഡ് ക്വാളിറ്റി ഒക്കെ വേറെ ലെവലാണ്. പക്ഷേ ബിൽഡ് ക്വാളിറ്റി നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല ഇതായിട്ട് തോന്നും. ഓക്കെ, ഇനി നിങ്ങൾ ഗെയിമേഴ്സ് ആണെങ്കിൽ സ്റ്റിൽ Iqoo Z3 ആയിരിക്കും പ്രിഫറബിൾ, നല്ലത്. പിന്നെ നോട്ട് സി ആണെങ്കിൽ ഓൾറൗണ്ടറാണ്. സ്നാപ്ഡ്രാഗൺ 750 വലിയൊരു ചേഞ്ച് ഇല്ല. സോ ഐ വുഡ് റെക്കമെൻഡ് Iqoo Z3 ആയിരിക്കും ഞാൻ നോട്ട് സിനേക്കാളും MI11 ലൈറ്റ് 5Gനേക്കാളും റെക്കമെൻഡ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യം, നിങ്ങളിതിൻ്റെ ഈ 10 ഡിസ്പ്ലേ അതൊക്കെ കണ്ടിട്ട് എടുക്കാണ്ട് ഇതിൻ്റെ യൂസ്, ദാറ്റ് മീൻസ് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും ഇതിൻ്റെ ഒരു പ്രീമിയംനെസ്സും ഇതിൻ്റെ ലൈറ്റ് വെയ്റ്റും തിക്നെസ് കുറവും എല്ലാം കൂടെ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ പക്കയായിരിക്കും. കാരണം ഇത്രയ്ക്ക് ലൈറ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റ് ഡിവൈസ് ഞാൻ ഇതുവരെയും, ദാറ്റ് മീൻസ് ഈ ഒരു ഇടയ്ക്ക് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്, ദാറ്റ് മീൻസ് ഈ ഒരു സെഗ്മെൻറ്റിൽ ലൈറ്റ് ആയിട്ടുള്ള ഡിവൈസ് യൂസ് ചെയ്തിട്ടില്ല. സോ അത്രയേ ഉള്ളൂ നമുക്ക് MI11 ലൈറ്റ് 5G റിവ്യൂ. ദാറ്റ് മീൻസ് വാല്യൂ ഫോർ മണി ആണെന്ന് വെച്ചാൽ അല്ല, ഒരു 2K 3K കുറയുവാണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി ഒരു വാല്യൂ ഫോർ മണി സെറ്റ്സ് എന്ന് പറയാം. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ സെഗ്മെൻറ്റിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് Iqoo Z3 തന്നെയായിരിക്കും. പക്ഷേ Iqoo Z3യുടെ കുറച്ച് കോൺസ് വെച്ച് കഴിഞ്ഞാൽ അതൊരു നമ്മുടെ ഈ നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിനെപ്പോലെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറ അല്ലേ, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ IPS LCD ആണെങ്കിൽ തന്നെ നല്ലൊരു IPS LCD, കാരണം ഞാൻ S10 ലൈറ്റ് ഒരു AMOLED വെച്ച് കമ്പയർ ചെയ്തിട്ട് എനിക്ക് വളരെ മൈനറായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചിപ്പ് നല്ല ചിപ്പാണ്, നല്ല UI അത് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ചെറിയ ബ്ലോട്ട് വേഴ്സും കാര്യങ്ങളുണ്ടെങ്കിലും കുറേ ഫീച്ചേഴ്സ് നമ്മുടെ ഈ 1UI പോലെ നല്ല ഫീച്ചേഴ്സാണ്. ബട്ട് അധികം അവർ ഹെവി ആക്കിയിട്ടുമില്ല. ടോട്ടലി ഓവറോൾ ഒരു നല്ലൊരു ഫോൺ തന്നെ Iqoo Z3 ഇതിനേക്കാളും ബെറ്റർ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഗൈസ്, ദ റിവ്യൂ ഫോർ ദ MI11 ലൈറ്റ്. സോ താങ്ക് യു.